Dear students, welcome back to maths class. Okay. Look at page number 90. Next topic, magic show. There are 25 rows in a hall. Each row has 24 chairs. ഒരു ഹാളില് 25 റോസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ രൂപത്തിൽ നമ്മൾ നോക്കൂ, ഇത് കോളംസ് അല്ലേ. അപ്പോൾ ഈ രൂപത്തിൽ എത്ര ചെയേഴ്സ് ഇട്ടിട്ടുണ്ട്? 25 റോസ് ഉണ്ട്, അതിൽ 24 ചെയേഴ്സ്, ഓരോന്നിലും 24 ചെയേഴ്സ് വീതം ഇട്ടിട്ടുണ്ട്. 25 റോസ് ഉണ്ട്, ഓരോ റോയിലും എത്ര? 24 ചെയേഴ്സ് വീതം ഇട്ടിട്ടുണ്ട്. ഹൗ മെനി ചെയേഴ്സ് ആർ ദർ ഇൻ ആൾ? അങ്ങനെ ആകുമ്പോൾ എത്ര ചെയേഴ്സ് ആണ് ആ ഹാളിലുള്ളത്? എന്ത് ചെയ്താലാ കിട്ടുക? പ്ലസ് ചെയ്താൽ കിട്ടുക. കുറേ പ്ലസ് ചെയ്യേണ്ടി വരും അല്ലേ. പ്ലസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഒരു എളുപ്പവഴി പഠിച്ചിട്ടുണ്ട് അല്ലേ. പ്ലസ് ചെയ്യാത്ത ആ മെത്തേഡിന് നമ്മൾ ഒരു എളുപ്പവഴി കണ്ടെത്താൻ എന്താ ഇവിടെ ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. അപ്പം 25 ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 24. എത്ര റോ ആണ് അവിടെ ഉള്ളത്? 25 റോസിൽ ഓരോ റോയിലുള്ളത് എത്രയാണ്? 24. ഓക്കെ, 25 ഇൻറ്റു 24. 4 into 5, 4 into 5. 4 into 5, 20. 20 is 0, remainder 2. Then 4 into 2. 4 into 2. 4 into 2, 8. 8 plus 2, 10. 0 കൊടുക്കുക. Then 2 into 5. 2 into 5, 10. 10 in 0, remainder 1. 2 into 2. 2 into 2, 4. 4 plus 1, 5. ഓക്കെ, 0 plus 0, 0 ഇവിടെ ഞാൻ ആഡ് ചെയ്യാം. 0 plus 0, 0. Then 0 plus 0, 0. 5 plus 1, 6. 600 ചെയേഴ്സ് ഉണ്ട് ആ ഹാളിൽ. Then next. The price of a ticket is 20 rupees. All tickets were sold. How much money was collected from a row? How much from 25 rows? ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു ടിക്കറ്റിൻ്റെ പ്രൈസ് 20 റുപ്പിയാണ്. ഒരു ടിക്കറ്റിൻ്റെ പ്രൈസ് 20 റുപ്പിയാണെന്നുണ്ടെങ്കിൽ ആ ടിക്കറ്റ്സ് വേർ സോൾഡ്. ഇപ്പം എത്ര ചെയേഴ്സ് ആണെന്ന് പറഞ്ഞു? ഈ ചെയർക്കുള്ള ആൾക്കാർ എല്ലാവരും എന്ത് ചെയ്തു? വന്നിട്ടുണ്ട് എന്നാണ് മീനിങ്. ഇപ്പം ടിക്കറ്റ്സ് എല്ലാം വിറ്റ് കഴിഞ്ഞ് പറഞ്ഞാൽ അതിൽ എന്താ? 25 റോസിൽ 24 ചെയേഴ്സ് വീതം എത്ര ചെയേഴ്സ് ഉണ്ട് അവിടെ? 600 ചെയേഴ്സ് ഉണ്ട്. ഈ 600 ചെയേഴ്സൊക്കെ എന്തുണ്ട്? ആളായിട്ടുണ്ട്. അതാണ് അതിൻ്റെ മീനിങ്. ഫുള്ള് ടിക്കറ്റ് വിറ്റ് കഴിഞ്ഞു പറഞ്ഞാൽ ഈ 600 ചെയേഴ്സൊക്കെ എന്തിട്ടുണ്ട്? ആളുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ എന്താ ക്വസ്റ്റ്യന്? അതിലുള്ള ഓരോ ടിക്കറ്റിനും 20 റുപ്പി വീതമാണ് ഉള്ളത്. ആ ടിക്കറ്റ്സ് വേർ സോൾഡ്. അങ്ങനെ എല്ലാ ടിക്കറ്റ്സും വിറ്റ് കഴിഞ്ഞു. ഹൗ മച്ച് മണി വാസ് കളക്റ്റഡ് ഫ്രം എ റോ? അങ്ങനെ ആകുമ്പോൾ ഒരു റോയില് എത്ര കാശാണ് അവർ കളക്ട് ചെയ്തിട്ടുണ്ടാവുക? ഒരു റോല് പറഞ്ഞാൽ ഒരു റോല് എത്ര ചെയേഴ്സാണ് ഉള്ളത്? 1 റോല് 25 റോസ് ആണുള്ളത്. ഒരു റോല് എത്ര ചെയേഴ്സാണ് ഉള്ളത്? 24 അല്ലേ. ദെൻ 1 റോയിലുള്ളത് 24 ചെയേഴ്സ് ആണ് ഒരു റോയിലുള്ളത്. ദെൻ 24 ഇൻറ്റു 20. ഓരോ ചെയറിനും, അതായത് ഓരോ ടിക്കറ്റിനും ഉള്ളത് 20 റുപ്പി. ദെൻ 24 ഇൻറ്റു 20. 0 ഇൻറ്റു 4, 0. 2 ഇൻറ്റു 0, 0 ഇൻറ്റു 2. 0നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 0 ഇൻറ്റു 4, 0. ദെൻ 0 ഇൻറ്റു 2, again 0. 2 ഇൻറ്റു 4, 8. ദെൻ 2 ഇൻറ്റു 2, 2 into 2, 4. അവിടെ 0 കൊടുക്കണം, നിങ്ങൾ മറക്കാൻ പാടില്ല. 0 plus 0, 0. 8 plus 0, 8. 4 plus 0, 4. 480. 480 rupees. Then how much from 25 rows? ഇനി 25 റോസിന്ന് എത്ര രൂപയാണ് അവർക്ക് കിട്ടുക? 25 റോസ് എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവും? 1 റോയിൽ നിന്ന് എത്ര? 480 റുപ്പിയാണ് അല്ലേ. 1 റോയില് 480 റുപ്പി കിട്ടി പറഞ്ഞാൽ എത്ര റോ ആണ് അതുപോലെ അവിടെ ഉള്ളത്? എത്ര റോ ആണ് അവിടെ ഉള്ളത്? 25 റോസ് ആണുള്ളത് അല്ലേ. ഒരു റോയിൽ നിന്ന് 480 റുപ്പി കിട്ടി. അതുപോലെ 25 റോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം ഇനി എന്ത് ചെയ്താൽ മതി? 480 ഇൻറ്റു 25.
1 റോ എന്ന് കിട്ടിയ കാശ് ഇത് അല്ലേ. ഇനി 25 റോസ് എന്നപ്പോൾ എന്ത് കിട്ടിയിട്ടുണ്ടാവും? ഇത്രയും എമൗണ്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അത് ആ ടോട്ടൽ എമൗണ്ട് കാണാൻ 480 ഇൻറ്റു 25. അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു മെത്തേഡ് ചെയ്യാം. 600 ചെയേഴ്സ് ആണ് അവിടെ ഉള്ളതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ 600 ചെയേഴ്സ് 600 ഇൻറ്റു 20 ചെയ്താലും കിട്ടും. ഇപ്പോൾ ഈ മെത്തേഡിൽ ചെയ്യാം. 25 റോസ് 1 റോ എന്നുള്ളത് 480 കിട്ടി. ഇനി 25 റോസ് ഫ്രം 25 റോസ് 480 ഇൻറ്റു 25. 480 പറഞ്ഞാൽ എന്താ? 1 റോ എന്ന് കിട്ടിയ എമൗണ്ട് അല്ലേ. അതുപോലെ 25 റോസ് എന്ന് കിട്ടിയ കാണാൻ ഇൻറ്റു 25. 480 ഇൻറ്റു 25. 3 നമ്പേഴ്സ് വരുന്നുണ്ട് മുകളിൽ. ശ്രദ്ധിക്കാം, 2 നമ്പേഴ്സ് ഉള്ളത് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് അല്ലേ. മുകളിൽ 3 നമ്പേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. എന്താണ് ഈ ഒരു നമ്പറോടും കൂടി ഇൻറ്റു ചെയ്യേണ്ടി വരുന്നുള്ളൂ. ദെൻ 5 ഇൻറ്റു 0 5 ഇൻറ്റു 0 0. ദെൻ 5 ഇൻറ്റു 8 5 ഇൻറ്റു 8 5 ഇൻറ്റു 8 40. 40ക്ക് 0 റിമൈൻഡർ 4 വരും. 40ക്ക് 0 ദെൻ റിമൈൻഡർ 4. ദെൻ 5 ഇൻറ്റു 4 5 ഇൻറ്റു 4 20. 20 പ്ലസ് 4 24. ഫസ്റ്റ് നമ്പർ കൊണ്ടുള്ള എന്ത് ചെയ്തു? ചെയ്ത് കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് ഇവിടെ 0 കൊടുക്കുക. ദെൻ 2 ഇൻറ്റു 0 0. 2 ഇൻറ്റു 8 2 ഇൻറ്റു 8 16. 16ൽ 6 റിമൈൻഡർ 1. 2 ഇൻറ്റു 4 ദെൻ നെക്സ്റ്റ് 2 ഇൻറ്റു 4 8. 8 പ്ലസ് 1 9. ഓക്കെ. ദെൻ ആഡ് 0 പ്ലസ് 0 0 0 പ്ലസ് 0 0. 4 പ്ലസ് 6 4 പ്ലസ് 6 10. 10ന് 0 റിമൈൻഡർ 1. 1 പ്ലസ് 2 3 3 പ്ലസ് 9 3 പ്ലസ് 9 12. ഓക്കെ. 12,000 rupees. 12,000 rupees. അപ്പോൾ അവർ ഹാളിൽ എത്ര ടിക്കറ്റ് വിറ്റപ്പോൾ ഫുള്ള് ടിക്കറ്റ് വിറ്റപ്പോൾ എത്ര രൂപ കിട്ടിയിട്ടുണ്ടാവും? 12,000 rupees കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ. നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ബൈ 20. 10 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു അല്ലേ. എന്ത് പറഞ്ഞിന്ന്? 10 ആ നമ്പേഴ്സ് ഇൻറ്റു ചെയ്തിട്ട് സീറോസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഇനി 20 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ബൈ 20. 12 ഇൻറ്റു 10 120 ആണ്. ദെൻ 12 ഇൻറ്റു 20 ഇത് കിട്ടും 240. ദെൻ 32 ഇൻറ്റു 10. അപ്പോൾ 32 ഇൻറ്റു 10 എന്ത് വരും? 32 ഇൻറ്റു 10 320 അല്ലേ. 32 ഇൻറ്റു 1 32. ദെൻ 0 10ൽ ഒരു 0 ആണുള്ളത്. അപ്പോൾ 0 ഇട്ട് കൊടുക്കാം. ദെൻ 32 ഇൻറ്റു 20. അപ്പോൾ എന്ത് വരും? 32 ഇൻറ്റു 20 12 ഇൻറ്റു 10 120. അതിൻ്റെ ഡബിളാണ് ഇവിടെ കിട്ടിയത് അല്ലേ. 12 ഇൻറ്റു 20 ആയപ്പോൾ എന്ത് കിട്ടി? അതിൻ്റെ ഡബിൾ കിട്ടി. ദെൻ 32 ഇൻറ്റു 10 320. 32 ഇൻറ്റു 20 എന്ത് കിട്ടും? 320യുടെ ഡബിൾ കിട്ടും അല്ലേ. 640. ഓക്കെ. 640 കിട്ടും. ദെൻ 44 ഇൻറ്റു 10 എത്ര കിട്ടും? 440 കിട്ടും. ദെൻ 44 ഇൻറ്റു 20 ചെയ്യാം. ദെൻ 24 ഇൻറ്റു 20 24 ഇൻറ്റു 20 എന്ത് കിട്ടും? ഇതിലും അതുപോലെ തന്നെയാണ്. എന്ത് ചെയ്താൽ മതി? 0 മാറ്റി നിർത്തിയിട്ട് ഇൻറ്റു ചെയ്തിട്ട് എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ കേസ് വെച്ചിട്ടാണെങ്കിൽ എന്ത് ചെയ്യാം? ഇതിൻ്റെ ഡബിളും വരും അങ്ങനെ. ഓക്കെ. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഇതിൻ്റെ 32 ഇൻറ്റു 2 ചെയ്ത ആൻസർ എഴുതാം. ഒരു 0 10ൻ്റെ കേസ് പറഞ്ഞില്ലേ, അതുപോലെയും ചെയ്യാം. ദെൻ ബാക്കിയുള്ളത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. 44 ഇൻറ്റു 10 വരും. അതിൻ്റെ ആൻസർ കണ്ടെത്തുക. 44 ഇൻറ്റു 20 ലാസ്റ്റ് 24 ഇൻറ്റു 20 ഇത്ര വരുന്നുള്ള കണ്ടെത്തുക. വാട്ട് ഈസ് എ ക്വിക്ക് മെത്തേഡ് ടു മൾട്ടിപ്ലൈ ബൈ 20? എന്താണ് അതിന് എളുപ്പവഴിയെന്ന്? എളുപ്പവഴി എന്താ? 10 ചെയ്ത പോലെ തന്നെ നമ്പേഴ്സ് എടുത്തിട്ട് ഇൻറ്റു ചെയ്തിട്ട് എന്ത് ചെയ്യുക? 0 ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. നെക്സ്റ്റ് ക്ലാസ് ലൈബ്രറി.
Manu school bought pocket dictionaries to use in class libraries. 44 for class 3 and 56 for class 4. The price of a dictionary is 25 rupees. മനുവിൻ്റെ സ്കൂളിൽ എന്ത് ചെയ്യാണ് പോക്കറ്റ് ഡിക്ഷണറീസ് വാങ്ങുകയാണ് ക്ലാസ് ലൈബ്രറീസിന് വേണ്ടിയിട്ട്. 44 ഫോർ ക്ലാസ് 3 ആൻഡ് 56 ഫോർ ക്ലാസ് 4. എത്ര വാങ്ങി? 44 തേർഡിൽ 44 ഡിക്ഷണറി വാങ്ങി ആൻഡ് 56 ഫോർ ക്ലാസ് 4 ഫോർത്തിലോ 56 വാങ്ങി. ദ പ്രൈസ് ഓഫ് എ ഡിക്ഷണറി ഈസ് 25 റുപ്പി. ഒരു ഡിക്ഷണറിയുടെ വില എത്ര? 25 റുപ്പീസ് ആണ്. ഹൗ മച്ച് വാസ് സ്പെൻഡ് ഇൻ ആൾ. അങ്ങനെ ആകുമ്പോൾ എത്ര രൂപ അവർ ഡിക്ഷണറി വാങ്ങാൻ വേണ്ടി ചിലവാക്കിയിട്ടുണ്ടാവും? അപ്പം എന്ത് ചെയ്യണം? തേർഡിലും ഫോർത്തിലുള്ള കുട്ടികൾ എത്ര? തേർഡിൽ നിന്ന് വാങ്ങിയാലും ഫോർത്തിൽ നിന്ന് വാങ്ങിയാലും എത്ര ഉണ്ട്? തേർഡത്തെ 44, ദെൻ ഫോർത്തില് 56. ഇത്രയും വാങ്ങിയെന്നാ പറഞ്ഞത് അല്ലേ? ഇത്രയും കുട്ടികൾ വാങ്ങി പറയുമ്പോൾ എന്താണ്? അത് രണ്ടും ആഡ് ചെയ്യുക. ഫസ്റ്റ് 44 പ്ലസ് 56, 6 പ്ലസ് 4 10, 10ന് 0 1, ദെൻ 1 പ്ലസ് 4 5, 5 പ്ലസ് 5 10, 100. അപ്പോൾ 100 ഡിക്ഷണറീസ് അവരെന്ത് ചെയ്തിട്ടുണ്ട്? വാങ്ങിയിട്ടുണ്ട്. 100 ഡിക്ഷണറീസ് വാങ്ങിയിട്ടുണ്ട്. ടോട്ടൽ റുപ്പീസ് ഈ ഹൗ മച്ച് വാസ് സ്പെൻഡിങ് ആൾ എത്ര രൂപയെ കൊടുത്തതല്ലേ? അപ്പോൾ ദെൻ ടോട്ടൽ റുപ്പീസ് സ്പെൻഡിങ് ആൾ 100 ഡിക്ഷണറീസ് വാങ്ങിയിട്ടുണ്ട്. ദെൻ 100 ഇൻറ്റു ഒരു ഡിക്ഷണറിയുടെ കാശ് എത്രയാണ്? ഒരു ഡിക്ഷണറിയുടെ ക്യാഷ് 25. 100 ഇൻറ്റു 25. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. 10ൻ്റെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു എങ്ങനെ എളുപ്പ വഴിയിൽ ചെയ്യാം. അതുപോലെ തന്നെ 100ൻ്റെ എന്ന് പറഞ്ഞിരുന്നു അല്ലേ? എന്ത് ചെയ്താൽ മതി? നമ്പേഴ്സ് എടുത്തിട്ട് ഇൻറ്റു ചെയ്യാം. 1 ഇൻറ്റു 25. ഇവിടെ 1 ആണ് നമ്പർ ഉള്ളത്, ഇവിടെ 25. 1 ഇൻറ്റു 25 25. ഇനി 100ൽ എത്ര 0 ഉണ്ട്? 2 അല്ലേ? 10 ആകുമ്പോൾ ഒരു 0 ആൻസറിൻ്റെ കൂടെ കൊടുക്കുക. 100ൽ 2 zeros ഉണ്ട്, അതുകൊണ്ട് 2 0 ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 2500 റുപ്പീസ്. ഓക്കെ, നെക്സ്റ്റ് ബ്രെയിൻ വർക്ക്. 15 ഇൻറ്റു 98 പ്ലസ് 15 ഇൻറ്റു 2. 15 ഇൻറ്റു 98 പ്ലസ് 15 ഇൻറ്റു 2 ഈക്വൽ 1500. എങ്ങനെ 1500 വരുന്നത്? ഇപ്പം നമ്മൾ 100 കൊണ്ടും 10 കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുന്ന എളുപ്പവഴി പഠിച്ചു അല്ലേ? അത് മൾട്ടിപ്ലൈ ചെയ്തൊക്കെ ആദ്യം നമുക്ക് ആൻസർ കണ്ടെത്തുന്ന ഒരു എളുപ്പവഴി ഈസി മെത്തേഡ് നമ്മൾ പഠിച്ചു. അപ്പോൾ അതുപോലെ നമുക്ക് ഇവിടെ 100 ആക്കാൻ കഴിയുമോ നോക്കുക. 100ഓ 10ഓ അതുപോലെയുള്ള നമ്പേഴ്സ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻറ്റു ചെയ്യാൻ എളുപ്പമല്ലേ? ഈസിയാണ്. അപ്പോൾ ഇവിടെ 100 ആക്കാൻ കഴിയുമോ നോക്കുക. 2ലും 15 ഉണ്ട് അല്ലേ? 2ലും 15 ഉണ്ട്, ഇവിടെ 98 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ മാറ്റിയിട്ട് 15 ഇൻറ്റു 98 പ്ലസ് 2. അപ്പോൾ 98 പ്ലസ് 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 100 കിട്ടും അല്ലേ? ഇതിൽ 2ലും എന്താണുള്ളത്? 15 ആണുള്ളത്. 2ൽ 15 ആണുള്ളതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് നമ്പർ 100 ആവണ രണ്ട് നമ്പർ ആഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം? 15 കൊണ്ട് ഒരു തവണ ഇൻറ്റു ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. അപ്പോൾ എന്ത് കിട്ടും? 15 ഇൻറ്റു 98 പ്ലസ് 2. 98 പ്ലസ് 2 പ്ലസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെ പ്ലസ് അല്ലേ മിഡില്ലേ? അപ്പോൾ പ്ലസ് 98 പ്ലസ് 2 100. 15 ഇൻറ്റു 100 എന്ത് വരും? 15 ഇൻറ്റു 1 15, ദെൻ 2 0 കൊടുക്കും. അങ്ങനെയാണ് ഈ ആൻസർ കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് 25 ഇൻറ്റു 92 പ്ലസ് 25 ഇൻറ്റു 8. ഇതിലും അതുപോലെ ചെയ്യാം. 25 രണ്ടിലും ഉണ്ട് അല്ലേ? 92 പ്ലസ് 8 നമുക്ക് ചെയ്ത് എന്ത് കിട്ടും? 100 കിട്ടും. 92 പ്ലസ് 8 100 ആണ്. 25 രണ്ടിലും ഉള്ളതാണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 25 ഇൻറ്റു 92 പ്ലസ് 8. Then 25 into 92 plus 8 100. Then 2500. 25 into 1 25 രണ്ട് സീറോസ് ആഡ് ചെയ്ത് കൊടുക്കുക. 2500. ഈ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? ഇതുപോലെ നിങ്ങൾ ചെയ്യുക. ചിലതിൽ എന്താണ് 100 മാത്രമല്ല 1000 ഒക്കെ ആക്കാനുള്ള മെത്തേഡ് ഉണ്ട്, നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് തിങ്ക് ആൻഡ് ഫൈൻഡ് ഔട്ട്. Think and find out. To multiply 13 by 12.
13 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഹൗ മച്ച് ഷുഡ് വി ആഡ് ടു 13 മൾട്ടിപ്ലൈഡ് ബൈ 10? അതിൻ്റെ അപ്പോൾ 13 12 കൊണ്ട് ആഡ് ചെയ്യല്ല മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 13 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ഇനി എന്താവും അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടി വരിക. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കാൻ മനസ്സിലാവും. 13 × 12 ആണല്ലേ അല്ലേ? അപ്പം നമ്മൾ പഠിച്ചിരുന്നൊരു മെത്തേഡ് 13 × 10 12 എന്താക്കാം 10 + 2 എന്നാക്കാം അല്ലേ? കഴിഞ്ഞതിലൊക്കെ നമ്മൾ ചെയ്തു. അപ്പോൾ 13 × 12 നമുക്ക് എന്ത് ചെയ്യാം 13 × 10 + 2 എന്ന് എഴുതാം അല്ലേ? 10 + 2 എന്ന് എഴുതിയതിന് ശേഷം ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെങ്ങനെ എഴുതാനാണ് പറഞ്ഞിരുന്നത്? 13 × 10 അല്ലേ? പുറത്തുള്ള ഓരോ നമ്പറിനെയും ഉള്ളിലുള്ള നമ്പറുമായിട്ട് ഇൻറ്റു ചെയ്യാതെ 13 × 10 + 13 × 2. 13 × 10 + 13 × 2. ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? 13 മൾട്ടിപ്ലൈഡ് ബൈ 10, അതായത് ഇത് 13 × 10 ഇതിനോട് കൂടി ഏത് ആഡ് ചെയ്താലാണ് 13 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ആൻസർ കിട്ടുക. ആൻസർ കിട്ടിയില്ലേ? ഏത് ആഡ് ചെയ്താൽ പോരെ? 13 മൾട്ടിപ്ലൈഡ് ബൈ 10 ഇത് വന്നു, 13 × 10 വന്നു. അതിനോട് കൂടി ഏത് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 13 × 12 ആൻസർ കിട്ടുക. അപ്പോൾ ഇങ്ങനെ എഴുതിയപ്പോൾ എന്താണ് നമ്മളോട് പറഞ്ഞത്? തന്നിട്ടുള്ള കണ്ടീഷൻ എന്താ അവിടെ? 13 × 10. ഇനി ഏതാ ആഡ് ചെയ്യേണ്ടത്? 13 × 2. അപ്പോൾ ഏതാ ആഡ് ചെയ്താൽ മതി? 13 × 2. 13 × 2 എത്ര വരും? 13 × 2 2 × 3 6 2 × 1 2 26. അപ്പോൾ 26 ആഡ് ചെയ്ത് എന്ത് കിട്ടും? 13 × 10 കൂടി 26 ആഡ് ചെയ്താൽ 13 × 12 ആൻസർ കിട്ടും. ടു മൾട്ടിപ്ലൈ 13 by 12 സോറി 18 by 12. നെക്സ്റ്റ് ക്വസ്റ്റ്യന് 18 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ. ഹൗ മച്ച് ഷുഡ് വി ആഡ് ടു 18 മൾട്ടിപ്ലൈഡ് ബൈ 2? 18 മൾട്ടിപ്ലൈഡ് ബൈ 2 അതായത് 18 × 2 കൂടി ഏത് ആഡ് ചെയ്യുമ്പോഴാണ് 18 × 12 ആൻസർ കിട്ടാം. ഇതും ആ കേസ് തന്നെ. നമുക്ക് എങ്ങനെ എഴുതാം? 18 × 12 എങ്ങനെ എഴുതാം? 18 × 10 + 2 എന്ന് എഴുതാം. ഓക്കെ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? മാറ്റി എഴുതാം. 18 × 10 18 × 10 + 18 × 2. നമുക്ക് തന്ന കണ്ടീഷൻ ഇതാണ് അല്ലേ? 18 മൾട്ടിപ്ലൈഡ് ബൈ 2 അതായത് 18 × 2 18 × 2 കൂടി ഏത് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 18 × 12 എന്നുള്ള പ്രൊഡക്റ്റിൻ്റെ ആൻസർ കിട്ടുക. ഓക്കെ, 18 × 12 ആൻസർ കിട്ടുക എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 18 × 2 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഏത് ആഡ് ചെയ്താൽ മതി? 18 × 10 അല്ലേ? ഈ ടൈമിൻ്റെ കൂടെ ഇത് ആഡ് ചെയ്യുമ്പോഴല്ലേ ഇത് കിട്ടണേ. നമ്മളിങ്ങനെ മാറ്റി എഴുതി അല്ലേ? then 18 × 10 = 180. 180 ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 18 × 12 ആൻസർ കിട്ടും. ഏതിനോട് കൂടി? 18 × 2 ആൻസറിനോട് കൂടി 180 ആഡ് ചെയ്ത് എന്ത് കിട്ടും? 18 × 12 ആൻസർ കിട്ടും. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് 24 × 15 = 240 + 120. 24 × 15 = 240 + 120 = 360. 36 × 15 = 360 + 180 = 540. ഇങ്ങനെ രണ്ടെണ്ണം തന്നിട്ടുണ്ട്. To multiply by 15, we first the product by 10 and add half of it. ഇപ്പോൾ ഇതിന് എന്തൊക്കെ കണ്ടെത്തി? ഇതെന്താ? 24 × 15 ചെയ്ത് 240 + 120 360 കിട്ടി അല്ലേ? നമ്മൾ ചെയ്ത് നോക്കാതെ ആൻസർ കിട്ടിയതാണ്. അപ്പോൾ 24 × 15 എന്ന് പറഞ്ഞാൽ 24 × 10 + 5 എന്ന് എഴുതിക്കൂടെ അല്ലേ? അപ്പോൾ 24 × 10 ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 240 കിട്ടും. ഇത് ചെയ്താൽ 240 കിട്ടുക. പറഞ്ഞ മെത്തേഡ് വെച്ച് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 240 കിട്ടും. ഇനി എന്താ ഇവിടെ ഉള്ളത്? 24 × 5 ആണ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ ഈ 240 ഹാഫ് ആണ് എന്ത് വരുന്നത്? ഇവിടെ 120 വരുന്നത് അല്ലേ? 120 എന്ന് പറഞ്ഞാൽ 240 ഹാഫ് അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? ആൻസർ 360 കിട്ടും. അതുപോലെ തന്നെ 36 × 15 ആണെങ്കിലും 36 × 10 ചെയ്യുക. അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക? ഈ 36 × 10 ചെയ്ത് കിട്ടിയ ആൻസറിൻ്റെ ഹാഫ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടും. ക്ലിയർ? അപ്പോൾ ഏത് നമ്പറിനെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി? ആ നമ്പറിനെ ആദ്യം 10 കൊണ്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആ 10 കൊണ്ട് കിട്ടിയ നമ്പറിൻ്റെ ചെയ്ത് കിട്ടിയ ആൻസർ ഉണ്ടാവും. അതിൻ്റെ ഹാഫ് കൊടുത്ത് എന്ത് ചെയ്താൽ മതി? രണ്ടും കൂടി ആഡ് ചെയ്ത ആൻസർ കിട്ടും. then 18 × 15 22 × 15 ഈ റൂൾ വെച്ചിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ചെയ്യും. ഓക്കെ, ടുഡേയ്സ് ക്ലാസ് ഈസ് ഓവർ. താങ്ക് യു.